വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാൻ ഉച്ചയോടെ ഇന്ത്യയിൽ മടങ്ങിയെത്തും. ജനീവ ഉടമ്പടി പ്രകാരം ലാഹോറിൽ വെച്ച് പാകിസ്ഥാൻ വിംഗ് കമാൻഡറെ രാജ്യാന്തര സന്നദ്ധ സംഘടനയായ റെഡ് ക്രോസിന് കൈമാറും. 2 മണിക്കൂർ ഉള്ളിൽ വാഗ അതിർത്തി വഴി ഇന്ത്യ അഭിനന്ദനെ മാതാപിതാക്കളും കുടുംബവും വാഗ അതിർത്തിയിലെത്തും. സൈനികന്റെ മോചനത്തെ ഐക്യരാഷ്ട്രസഭ സ്വാഗതം ചെയ്തു. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുകയാണ്. സന്തോഷ്, രാജ്യം കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ് വരും മണിക്കൂറുകളിൽ ഇനി വരാൻ പോകുന്നത്. അഭിനന്ദൻ വർദ്ധമാന്റെ മോചനം തന്നെയാണ് ഇന്ത്യ മുഴുവൻ കാത്തിരിക്കുന്ന നിമിഷം. എങ്ങനെയായിരിക്കും, എത്ര മണിയോടെയായിരിക്കും അഭിനന്ദൻ ഇവിടേക്ക് എത്തുക? തുടർന്നുള്ള നടപടികൾ എങ്ങനെയായിരിക്കും? പ്രിയ, നിലവിലെ ഒരു സമയക്രമം അനുസരിച്ച് 12 മണിക്കും 2 മണിക്കും ഇടയിൽ അഭിനന്ദൻ വർദ്ധമാൻ ഇന്ത്യയിൽ എത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വാഗ അതിർത്തിയിൽ ഇതിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. BSF ആണ് അവിടുത്തെ സുരക്ഷാ ചുമതല. പക്ഷെ BSF അധികൃതർ അറിയിക്കുന്നത് ഒരു കൃത്യമായ സമയമൊന്നും അഭിനന്ദൻ വർദ്ധമാന്റെ വരവിനോടനുബന്ധിച്ച് ലഭിച്ചിട്ടില്ല. പക്ഷെ പ്രതീക്ഷിക്കുന്നത് 12 മണിക്ക് ശേഷം എന്നതാണ്. പാകിസ്ഥാനിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇപ്പോൾ പൂർത്തിയായി വരുന്നു എന്ന സൂചനയുണ്ട്. എന്നാൽ പോലും അവിടുത്തെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ സർക്കാരോ വിദേശകാര്യ വകുപ്പോ ഇത് സംബന്ധിച്ചൊരു വിവരവും ഇതുവരെ നൽകിയിട്ടില്ല. ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരപ്രകാരം റാവൽപിണ്ടിയിലാണ് അഭിനന്ദൻ വർദ്ധമാൻ ഉള്ളത്, അവിടുത്തെ സൈനിക കേന്ദ്രത്തിൽ. അവിടെ നിന്ന് ലാഹോറിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരും. ലാഹോറിൽ വച്ച് ജനീവ കൺവെൻഷന്റെ ചട്ടങ്ങൾ പ്രകാരം രാജ്യാന്തര സന്നദ്ധ സംഘടനയായ റെഡ് ക്രോസിന് കൈമാറും. റെഡ് ക്രോസ് ആയിരിക്കും വാഗ അതിർത്തി വഴി അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് ഇന്ത്യൻ അധികൃതർക്ക് നൽകുക എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി നമ്മൾ കരുതുന്നത്. 1999 അവിടുത്തെ ഫൈറ്റ് ലെഫ്റ്റനന്റ് നജികേദ് ഒരിക്കൽ പാകിസ്ഥാൻ പിടിയിലായപ്പോൾ ഇതേ നടപടിക്രമമാണ് അന്ന് പിന്തുടർന്നത്. അന്ന് പാകിസ്ഥാൻ മറ്റൊരു നീക്കം നടത്തിയത് ഇസ്ലാമാബാദിൽ വെച്ച് ഒരു പൊതുവായി എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇന്ത്യൻ അധികൃതർക്ക് സൈനികനെ കൈമാറാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷെ ഇന്ത്യ അതിന് തയ്യാറായില്ല. കാരണം ജനീവ കൺവെൻഷൻ നടപടിക്രമങ്ങൾ ചട്ടങ്ങൾ പ്രകാരം അങ്ങനെയല്ല കൈമാറേണ്ടതെന്ന് അറിയിച്ചിരുന്നു. അതിനുശേഷം പിന്നീട് ഈ റെഡ് ക്രോസിന് കൈമാറിയിട്ടാണ് അദ്ദേഹത്തെ വാഗ അതിർത്തിയിൽ കൊണ്ടുവന്നത്. അതേ രീതി തന്നെ ആയിരിക്കും അഭിനന്ദൻ വർദ്ധമാന്റെ കാര്യത്തിലും ഉണ്ടാവുക എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 12 മണിക്ക് ശേഷം അദ്ദേഹം ഇന്ത്യയിലേക്ക് വാഗ അതിർത്തി വഴി എത്തും. പറഞ്ഞോളൂ സന്തോഷ്. ഇപ്പോൾ അഭിനന്ദൻ എത്താനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും വാഗ അതിർത്തിയിൽ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ അഭിനന്ദനെ സ്വീകരിക്കാനായി അവിടെ ആരൊക്കെ എത്തും? വ്യോമസേനയിലെയും അതുപോലെ തന്നെ സൈനിക ഉദ്യോഗസ്ഥർ, മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ, തലവന്മാർ ഒക്കെ അവിടെ എത്തുന്നുണ്ടോ? അവിടെ ഏത് രീതിയിലുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത്? കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികൾ ആരെങ്കിലും വാഗ അതിർത്തിയിൽ എത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷെ ഇതുവരെ അവരാരും എത്തിയില്ല. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അഭിനന്ദൻ വർദ്ധമാന്റെ മാതാപിതാക്കൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. രാവിലെ ചെന്നൈയിൽ നിന്ന് ഡൽഹി വിമാനത്താവളത്തിൽ എത്തുന്ന ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നു. വിമാനത്തിനുള്ളിൽ വെച്ച് യാത്രക്കാർ അവരെ കൈയടിക്കുന്നതും ആദരമർപ്പിക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അച്ഛൻ എയർ മാർഷലായി വിരമിച്ച സിംഹക്കുട്ടി വർദ്ധമാനും ഭാര്യയുമാണ് വിമാനത്തിൽ, ഇരുവരുമാണ് ഡൽഹിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ അഭിനന്ദൻ വർദ്ധമാന്റെ കുടുംബം ഡൽഹിയിൽ തന്നെയാണുള്ളത്, അദ്ദേഹത്തിന്റെ ഭാര്യയും കുടുംബവും. അതുകൊണ്ട് അവരും പിന്നെ മാതാപിതാക്കളും ഒരുമിച്ച് ഇപ്പോൾ വാഗ അതിർത്തിയിലേക്ക് എത്തും. ഈ മകനെ സ്വീകരിക്കാൻ വാഗ അതിർത്തിയിൽ അവർ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇനി മറ്റത്, ഈ പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് ഇവിടെ വാഗ അതിർത്തിയിൽ ഉണ്ടാകും എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ സമയമാകുമ്പോൾ, ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ വാഗ അതിർത്തിയിൽ എത്തും. കാരണം ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള ശ്രമം എല്ലാ പാർട്ടികളും നടത്തുന്നുണ്ട്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചടി നൽകിയതാണ്. കാരണം പൈലറ്റ് പാകിസ്ഥാൻ പിടിയിലാവുകയും പിന്നീട് ജനീവ കൺവെൻഷൻ നടപടികൾ പ്രകാരവും രാജ്യാന്തര സമ്മർദ്ദങ്ങൾക്കും ഒടുവിലാണ് തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞത്. ഇന്നലെ വ്യോമസേനയുടെ പ്രതിനിധി സംസാരിച്ചപ്പോൾ പറഞ്ഞ ജനീവ കൺവെൻഷൻ പ്രകാരമുള്ള സമാധാന നടപടിക്രമങ്ങളാണ് നടന്നിരിക്കുന്നതെന്നാണ്. മറ്റൊരു രാജ്യാന്തര സമ്മർദ്ദത്തെക്കുറിച്ചൊന്നും അദ്ദേഹം പറയുന്നത് പോലുമില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ നാണക്കേടുണ്ടാകുന്ന ഒരു വിഷയം തന്നെയാണ്. അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരുന്നതിലൂടെ ആ പ്രതിച്ഛായ വീണ്ടെടുക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കും, പ്രതിനിധികളെ അയക്കും. രാഷ്ട്രീയമായി BJPയും ഇത് വലിയ രീതിയിൽ ആഘോഷിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. എന്നാൽ കോൺഗ്രസും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ മുഖ്യമന്ത്രി അടക്കമുള്ളവരെ വിട്ട് കാര്യങ്ങൾ അനുകൂലമാക്കാനുള്ള ശ്രമം വാഗ അതിർത്തിയിൽ നടക്കും. എന്നാലും പക്ഷേ സാധാരണക്കാരടക്കം നിരവധി പേരാണ് ഇപ്പോഴേ വാഗ അതിർത്തിയിൽ എത്തിയിരിക്കുന്നത്. അവിടെ നമുക്ക് ത്രിവർണ്ണ പതാകകൾ ഉയരുന്നത് കാണാം. വലിയ ഇന്ത്യ അനുകൂല മുദ്രാവാക്യങ്ങളുമായി മുഴക്കിക്കൊണ്ട് അഭിനന്ദൻ വർദ്ധമാനെ
ഒരു വീരപരിവേഷത്തോട് സ്വീകരിക്കാനായി നിരവധി പേരാണ് വാഗ അതിർത്തിയിലെത്തിയിരിക്കുന്നത്. പ്രിയ സന്തോഷ്, ഇതിനൊപ്പം തന്നെ മസൂദ് അസർ പാകിസ്ഥാനിലുണ്ട് എന്ന് പാക് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു വലിയ വിഷയം നടക്കുമ്പോൾ മസൂദ് അസറിനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നുൾപ്പെടെ രാഷ്ട്രങ്ങൾ ഇന്നലെ ആവശ്യം ഉന്നയിച്ച ഒരു വേളയാണ്. ഇപ്പോൾ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ് അയാൾ അവിടെ ഉണ്ട്, അയാൾ അവിടെ സുരക്ഷിതനാണ് എന്ന രീതിയിൽ പ്രതികരണം വന്നിരിക്കുന്നു. പാകിസ്ഥാൻ ഇപ്പോഴും മസൂദ് അസറിനെ പോലെയുള്ള ഒരു ഭീകരവാദി അല്ലെങ്കിൽ നേതാവിനെ സംരക്ഷിക്കാൻ നോക്കുന്നു എന്നതിന്റെ ഏറ്റവും അവസാനത്തെ തെളിവല്ലേ ഈ ഒരു പ്രതികരണത്തിലൂടെ മനസ്സിലാക്കേണ്ടത്? പ്രിയ, പാകിസ്ഥാനിൽ വലിയ സ്വാധീനം ഉറപ്പിച്ച തീവ്രവാദ സംഘടനകളിൽ ഒന്നാണ് ജെയ്ഷെ മുഹമ്മദ്. കൂടാതെ ലഷ്കർ എ തോയ്ബ കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ അംഗബലമുള്ള തീവ്രവാദി ഗ്രൂപ്പും ജെയ്ഷെ മുഹമ്മദ് തന്നെയാണ്. പക്ഷെ പാകിസ്ഥാൻ അതിനെ ഒരു തീവ്രവാദ വിഭാഗമായിട്ടല്ല കാണുന്നത്, അതൊരു മതവിഭാഗത്തിന്റെ ഭാഗമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകനായിരിക്കുന്ന മൗലാന മസൂദ് അസ്ഹർ എന്ന തീവ്രവാദിയെ പോലും സംരക്ഷിക്കുകയാണ് പാകിസ്ഥാൻ എപ്പോഴും ചെയ്യാറുള്ളത്. മദ്രസകൾ പ്രവർത്തിക്കുന്ന ഒരു ആൾ എന്ന രീതിയിലാണ് ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ പാകിസ്ഥാൻ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് ലോകരാഷ്ട്രങ്ങളെല്ലാം നിരാകരിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. പാകിസ്ഥാൻ മണ്ണിൽ ഇത്തരത്തിലുള്ള തീവ്രവാദികളെ വളരാൻ അനുവദിക്കുന്നതാണ് പ്രശ്നം എന്ന് ലോകരാഷ്ട്രങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഇന്ത്യ പലതവണ അത് വ്യക്തമാക്കി ചെയ്തു. കഴിഞ്ഞ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ യോഗത്തിൽ ജെയ്ഷെ മുഹമ്മദിനെ പേരെടുത്ത് പറഞ്ഞ് തീവ്രവാദിയെ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ രാജ്യങ്ങളെല്ലാവരും പ്രമേയം പാസാക്കിയിട്ടുമുണ്ട്. ആ സാഹചര്യത്തിൽ അതുപോലും വകവയ്ക്കാതെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഈ മൗലാന മസൂദ് അസ്ഹർ തങ്ങളുടെ മണ്ണിലുണ്ട് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിദേശകാര്യമന്ത്രി ഖുർഷിദിന്റെ ആ വാക്കുകൾ ലോകം ഞെട്ടലോടെ തന്നെയാണ് കേൾക്കുന്നത്. കാരണം ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ തികച്ചും ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിൽ തീവ്രവാദികൾക്കെതിരെ നടപടി എടുക്കും എന്ന പ്രതീക്ഷ വേണ്ടതില്ല എന്ന് വ്യക്തമാക്കുകയാണ് വിദേശകാര്യ മന്ത്രിയുടെ ഈ വാക്കുകൾ. ഇന്ത്യ നേരത്തെ തന്നെ സംശയിച്ചിരുന്നതാണ്. പുൽവാമ സ്ഫോടനം ഉണ്ടായപ്പോൾ പോലും റാവൽപിണ്ടിയിലെ സൈനിക ആശുപത്രിയിലായിരുന്നു ഈ മൗലാന മസൂദ് അസ്ഹർ. അവിടെ ഇരുന്നിട്ടാണ് ഇത്തരം തീവ്രവാദ സ്ഫോടനങ്ങളെല്ലാം അദ്ദേഹം ആസൂത്രണം ചെയ്തത്. ഇന്ത്യ അന്ന് തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് കൈമാറുകയൊക്കെ ചെയ്തിരുന്നു. ഇന്ത്യക്ക് എന്തായാലും ഉറപ്പുണ്ടായിരുന്നു പാകിസ്ഥാനിൽ ഉണ്ട് എന്ന്. എന്നാൽ പാകിസ്ഥാൻ ഇത് സമ്മതിച്ചോടുകൂടി കുറച്ചുകൂടി വ്യക്തമായി. പക്ഷേ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ കൂടി ഇന്ത്യക്ക് വലിയൊരു തെളിവായി മാറിയിരിക്കുകയാണ്. പാകിസ്ഥാൻ ഒരു ഭീകര രാഷ്ട്രമായി തന്നെ മാറിയിരിക്കുന്നു. ഇത്തരം തീവ്രവാദികളെ എല്ലാ തോതിലും സർക്കാരും സൈന്യവും സംരക്ഷിക്കുകയാണ് എന്ന് ഇന്ത്യക്ക് ഇനി ഒന്നുകൂടി വ്യക്തമാക്കാൻ കഴിയും ഈ പാകിസ്ഥാൻ വിദേശകാര്യ വകുപ്പ് മന്ത്രിയുടെ വാക്കുകളിലൂടെ. ഒപ്പം തന്നെ ഇന്നും അതിർത്തിയിൽ വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നു, പോരാട്ടം ഉണ്ടായിരിക്കുകയാണ്. ഇന്നലെ രാവിലെ ഉണ്ടായ പൂഞ്ചിലെ, ഇന്ന് കുപ്വാരയിൽ വീണ്ടും വെടിവെപ്പ് നടന്നിരിക്കുന്നു. ഇന്ത്യൻ സൈന്യവും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോഴും അതിർത്തിയിൽ സംഘർഷം തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണോ ഉള്ളത്? വലിയ സുരക്ഷയും കർശനമായ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെയാണോ അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്? പ്രിയ, കഴിഞ്ഞ 3 ദിവസമായി പാകിസ്ഥാൻ വലിയ തോതിലാണ് ഈ വെടിനിർത്തൽ കരാറൊക്കെ ലംഘിക്കുന്നത്. ഇന്നലെ സൈന്യം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടയിൽ 53 തവണ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്നാണ്. ഈ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ പ്രകോപിപ്പിക്കാനുള്ള എല്ലാ വഴികളും നോക്കുന്നുണ്ട്. സമാധാനം പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പറയുമ്പോൾ അതല്ല സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന നീക്കം. ഇന്ന് രാവിലെയും ഉണ്ടായ നീക്കം അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്ന് രാവിലെ 2 സ്ഥലങ്ങളിലാണ് പരക്കെ പാകിസ്ഥാൻ സൈന്യം ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിവെച്ചത്. ഒന്ന് കുപ്വാര ജില്ലയിലെ ഹാദ്വാര ഏരിയയിലായിരുന്നു ആദ്യം വെടിവെപ്പുണ്ടായത്. സൈന്യം തിരിച്ചടിച്ചു. ഇവിടെ 3 തീവ്രവാദികളെ വധിക്കാനും സൈന്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇത് പക്ഷേ പാകിസ്ഥാൻ അതിർത്തിയിൽ തന്നെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. മറ്റൊന്ന് ഉറി സെക്ടറുകൾക്ക് കീഴിലുള്ള സൈനിക പോസ്റ്റുകൾക്കാണ്. ഉറി സെക്ടർ കഴിഞ്ഞ കുറേ ദിവസമായി പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണം നടത്തുന്നുണ്ട്. ഇവിടെ ഗാഹ്വാല, ചാക്കോസ്, കിക്കർ, കാത്തി തുടങ്ങിയ സൈനിക പോസ്റ്റുകൾക്ക് നേരെയായിരുന്നു പാകിസ്ഥാന്റെ വെടിവെപ്പ്. തുടർന്ന് തിരിച്ചും ഇന്ത്യ വലിയ തോതിൽ പ്രത്യാക്രമണം നടത്തുകയും ചെയ്തു. ഇപ്പോൾ അവിടെ വെടിവെപ്പ് പൂർത്തിയായിരിക്കുന്നു. കാരണം എപ്പോഴും ഇതാണ് സംഭവിക്കാറുള്ളത്. ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുമ്പോൾ പിന്നെ വെടിവെപ്പ് പാകിസ്ഥാൻ നിർത്തിവെക്കും. പിന്നെയും പിറ്റേന്നാകുമ്പോൾ വീണ്ടും ഇത് തുടരും. ഇതൊരു സ്ഥിരമായി മാറിയിരിക്കുന്നു. ഇന്നലെ ഉച്ചയ്ക്കൊക്കെ ഇത്തരത്തിൽ അതിർത്തിയിൽ പാകിസ്ഥാൻ വെടിവെപ്പൊക്കെ നടത്തുകയും ചെയ്തിട്ട് അങ്ങനെ പ്രകോപനങ്ങൾ പാകിസ്ഥാൻ കാര്യമായി സൃഷ്ടിക്കുന്നു. എന്തായാലും പാകിസ്ഥാൻ നടത്തിയ ഒരു വെടിവെപ്പിൽ ഉറി മേഖലയിൽ ഒരു സാധാരണക്കാരന് വെടിയേറ്റിട്ടുണ്ട്. മറ്റ് ചില നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ.
ഒപ്പം തന്നെ ഇന്ന് സുഷമ സ്വരാജ് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ സമ്മേളനത്തിന് വേണ്ടി UAE എത്തിയിരിക്കുകയാണ്. അത് വലിയ തിരിച്ചടി പാകിസ്ഥാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വിഷയമാണ്. വിശിഷ്ട അതിഥിയാണ് സുഷമ സ്വരാജ്. അതുകൊണ്ട് തന്നെ തങ്ങൾ ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കില്ല, ഇത് ബഹിഷ്കരിക്കുമെന്ന് പാകിസ്ഥാൻ അറിയിച്ചിരിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഈ ഒരു സമ്മേളനം എത്രത്തോളം നിർണായകമാണ്? ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ സമ്മേളനത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യയെ വിശിഷ്ട അതിഥിയായി ക്ഷണിച്ചിരിക്കുന്നത്. അത് ഇന്ത്യയുടെ നയതന്ത്ര വിജയം കൂടിയാണ്. പക്ഷെ ഇതിനെ എതിർത്തുകൊണ്ട് പാകിസ്ഥാൻ രംഗത്തെത്തി ഇതിൽ പങ്കെടുക്കില്ല എന്നെങ്കിൽ പറഞ്ഞെങ്കിൽ പോലും ഇപ്പോൾ ഏറ്റവും അവസാനം അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരപ്രകാരം പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രി ഖുറേഷി ഇതിൽ പങ്കെടുക്കും. പക്ഷെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിന്റെ പ്രസംഗം ബഹിഷ്കരിക്കുകയോ അല്ലെങ്കിൽ പരസ്പരം മുഖം കാണുന്നതിൽ നിന്ന് ഒഴിവാകുകയോ ചെയ്യുമെന്നാണ്. ഇന്ത്യ ഈ സമ്മേളനത്തിൽ പുൽവാമ സ്ഫോടനം വിഷയം ഉയർത്തി കാണിക്കും എന്നാണ് അറിയുന്നത്. കാരണം എല്ലാ മുസ്ലിം രാഷ്ട്രങ്ങളും ഉള്ള സാഹചര്യത്തിൽ തീവ്രവാദ വിഷയം ഉയർത്താൻ ഇന്ത്യക്ക് ഇത് നല്ലൊരു അവസരം കൂടിയാണ്. ഈ തീവ്രവാദത്തിന്റെ ഏറ്റവും വലിയ ഇരയാണ് ഇന്ത്യ. അക്കാര്യം വ്യക്തമാക്കാനും ഇക്കഴിഞ്ഞ സൈനികർ കൊല്ലപ്പെട്ടതും ഒക്കെ ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിന് കഴിയും. കഴിഞ്ഞ ദിവസം ചൈനയിൽ നടന്ന റഷ്യ, ഇന്ത്യ, ചൈന വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ ഇത് അവതരിപ്പിക്കുകയും അവസാനം തീവ്രവാദത്തിനെതിരെ ഒരുമിച്ച് പോരാടാം എന്ന പ്രമേയം പാസ്സാക്കി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രമേയത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞാൽ പോലും അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമായിരിക്കും. റഷ്യയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് റഷ്യയും ഇപ്പോൾ ഇന്ത്യക്ക് പിന്തുണ അറിയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. തീർച്ചയായും പ്രിയ, റഷ്യ നേരത്തെ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നതാണ്. അന്ന് നടന്ന വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ ഈ പ്രമേയം പാസ്സാക്കാനൊക്കെ മുൻകൈ എടുത്തത് റഷ്യയായിരുന്നു. റഷ്യയുടെ വിദേശകാര്യ മന്ത്രി തന്നെ നേരിട്ട് സുഷമ സ്വരാജുമായി ഇക്കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്തു. സെർവേജി ലാവോ അദ്ദേഹം ഈ സുഷമ സ്വരാജ് നൽകിയ വിവരങ്ങൾ, പ്രസ്താവനകളൊക്കെ ചോദിച്ചറിഞ്ഞു എന്നാണ് പിന്നീട് നമുക്കറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ചൈനീസിന്റെ വിദേശകാര്യമന്ത്രി വാങ് സിയും സുഷമ സ്വരാജിനോടൊപ്പം ഈ പ്രസ്താവനയ്ക്ക് ശേഷം കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ഈ വിഷയങ്ങൾ ചർച്ചയായെന്നറിയാൻ കഴിയുന്നു. റഷ്യയുടെ പിന്തുണ ഇന്ത്യക്ക് ഇപ്പോൾ ആവശ്യമുണ്ട്. കാരണം ഈ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ യോഗത്തിൽ വീറ്റോ അധികാരമുള്ള 5 രാഷ്ട്രങ്ങളിൽ 3 രാഷ്ട്രങ്ങൾ ഇദ്ദേഹത്തിന്റെ ഈ മൗലാന മസൂദ് അസ്ഹറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള പ്രമേയം കൊണ്ടുവരുന്ന അറിയിച്ചു കഴിഞ്ഞു. അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്. സ്വാഭാവികമായി ഇനി ഉള്ളത് 2 രാജ്യങ്ങൾ റഷ്യയും ചൈനയുമാണ്. റഷ്യ കൂടി പിന്തുണയ്ക്കാൻ രംഗത്തെത്തിയത് ആശ്വാസകരമാണ് ഇന്ത്യക്ക്. ചൈനയുടെ കൂടെ പിന്തുണ വേണം. പക്ഷെ ചൈന എന്തായാലും ഇപ്പോൾ എതിർക്കുന്നില്ല എന്നറിയാൻ കഴിയുന്നുണ്ട്. പുൽവാമ സ്ഫോടനത്തിന് ശേഷം ഈ ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന പ്രമേയത്തിൽ പോലും ഒപ്പുവെച്ച രാജ്യമാണ് ചൈന. അത്തരം ഒരു പിന്തുണ ഇപ്പോൾ ചൈനയിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട്. അപ്പൊ അതുകൂടി പൂർത്തിയായി കഴിഞ്ഞാൽ ആഗോള ഭീകരനായി ഈ ജെയ്ഷെ മുഹമ്മദിന്റെ തലവനെ പ്രഖ്യാപിക്കുന്ന നടപടിക്രമങ്ങൾ വേഗത്തിലാകും. ഇന്ത്യക്ക് അത് വലിയ നയതന്ത്ര വിജയമാവുകയും ചെയ്യും. തീർച്ചയായും ഇതിനിടയിൽ തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പഞ്ചാബിലെ ഫിറോസ്പൂരിൽ ഒരു പാക് ചാരൻ പിടിയിലായിരിക്കുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഇതിന്റെ ഏതെങ്കിലും രീതിയിലുള്ള വിവരം ലഭ്യമായിട്ടുണ്ടോ? പ്രിയ, ഇന്ന് രാവിലെയാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. പഞ്ചാബിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് സമീപം അസാധാരണമായ രീതിയിൽ റോന്തു ചുറ്റുകയായിരുന്ന ഒരാളെയാണ് പിടികൂടിയത്. അതായത് ഫോണിൽ സൈനിക കേന്ദ്രങ്ങളുടെ ചിത്രങ്ങൾ എടുക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. തുടർന്ന് ഇയാളെ പിടികൂടി പരിശോധിച്ചതിൽ നിന്നും മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന സിം പാകിസ്ഥാനിൽ നിന്നുള്ളതാണ് എന്നൊരു സംശയം സുരക്ഷാ സേനകൾക്ക് തോന്നി. അതിന്റെ പരിശോധന പൂർത്തിയായി. അങ്ങനെയാണ് ഇപ്പോൾ സുരക്ഷാ സേനകൾ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം ചില സംശയാസ്പദമായ വാട്സപ്പ് ഗ്രൂപ്പുകളും ആ ഫോണിൽ കണ്ടെത്തിയിട്ടുണ്ട്. ചില മുസ്ലിം ടെററിസ്റ്റ് ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. ഈ സാഹചര്യത്തിലാണ് കൂടുതൽ പരിശോധന നടത്തിയപ്പോൾ ഈ പാക് ചാരസംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ് എന്ന സംശയം വ്യക്തമായത്. അതിപ്പോൾ അറിയിച്ചിരിക്കുന്ന കൂടുതൽ ചോദ്യം ചെയ്യലുകൾ നടക്കുകയാണ്. പ്രിയ, ശരി. വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാൻ ഉച്ചയോടെ ഇന്ത്യയിൽ മടങ്ങിയെത്തും. ജനീവ ഉടമ്പടി പ്രകാരം ലാഹോറിൽ വെച്ച് പാകിസ്ഥാൻ വിംഗ് കമാൻഡറെ രാജ്യാന്തര സന്നദ്ധ സംഘടനയായ റെഡ് ക്രോസിന് കൈമാറും. 2 മണിക്കുള്ളിൽ അഭിനന്ദൻ വർദ്ധമാൻ ഇന്ത്യയിലെത്തും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനിടയിൽ തന്നെ ഇന്നും പാക് പ്രകോപനം ഉണ്ടായിരിക്കുകയാണ്. അതിർത്തിയിൽ വെടിവെപ്പ് നടന്നിരിക്കുന്നു. സൈനികരും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നടന്നിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് സന്തോഷ് സർലിംഗ് നൽകിയത്. ഇടവേള. ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇടപെടൽ തുടരുമെന്ന് അമേരിക്ക. സാഹചര്യങ്ങൾ വഷളാകുന്നത് ഒഴിവാക്കാൻ ഇരു രാജ്യങ്ങളെയും പ്രോത്സാഹിക്കുമെന്ന്
പ്രോത്സാഹിപ്പിക്കുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ പറഞ്ഞു. അതേസമയം വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ സമ്മേളനത്തിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. ഇതിനിടെ മൗലാന മസൂദ് അസർ പാകിസ്ഥാനിൽ തന്നെയുണ്ടെന്ന് പാകിസ്ഥാൻ സ്ഥിരീകരിച്ചു. അതിർത്തിയിൽ ഇന്നും പാകിസ്ഥാൻ പ്രകോപനം ആവർത്തിച്ചു. ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇടപെട്ടിരുന്നുവെന്നും സംഘർഷങ്ങൾ ഒഴിവാക്കാനായി തുടർന്നും ഇടപെടൽ ഉണ്ടാകുമെന്നുമാണ് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നത്. US സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചു. ഇരു രാജ്യങ്ങളുമായി സമ്പർക്കം തുടരുകയാണ്. രാജ്യങ്ങൾ തമ്മിൽ ചർച്ചകൾ ആരംഭിക്കാൻ, സംഘർഷങ്ങൾ താൽക്കാലികമായെങ്കിലും അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ഇതിന് കഠിനമായി ശ്രമിക്കുന്നുണ്ടെന്നും മൈക്ക് പോംപിയോ പറഞ്ഞു. ഇന്ത്യയെ ആക്രമിക്കാൻ പാകിസ്ഥാൻ F-16 വിമാനം ഉപയോഗിച്ചതിന്റെ തെളിവുകൾ ഇന്ത്യ അമേരിക്കയ്ക്ക് കൈമാറും. അതേസമയം വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ സമ്മേളനത്തിൽ ഇന്ന് വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. കശ്മീർ വിഷയത്തിൽ സംഘടന സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാണ്. കഴിഞ്ഞ വർഷം കശ്മീർ വിഷയത്തിൽ ഇന്ത്യയെ വിമർശിക്കുന്ന നിലപാടിലായിരുന്നു OIC. ഇതിൽ മാറ്റമുണ്ടാകുമോ എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നു. പാക് സമ്മർദ്ദത്തിനിടയിലും ഇന്ത്യയെ പങ്കെടുപ്പിക്കാനുള്ള തീരുമാനം ശുഭസൂചനയായാണ് ഇന്ത്യ കാണുന്നത്. ഇതിനിടെ മൗലാന മസൂദ് അസർ പാകിസ്ഥാനിലുണ്ടെന്ന് പാക് വിദേശകാര്യമന്ത്രി ഷാ മെഹ്മൂദ് ഖുറേഷി സ്ഥിരീകരിച്ചു. പുൽവാമ ഭീകരാക്രമണത്തിന്റെ തെളിവുകൾ ഇന്ത്യ കൈമാറിയിട്ടും മസൂദിനെതിരെ ശക്തമായ തെളിവില്ലെന്ന നിലപാടിലാണ് പാകിസ്ഥാൻ. ഇന്ത്യൻ വൈമാനികന്റെ മോചന തീരുമാനത്തിന് ശേഷവും വെടിനിർത്തൽ കരാർ പാകിസ്ഥാൻ പലയിടങ്ങളിലും ലംഘിച്ചു. കുപ്വാരയിൽ ഏറ്റുമുട്ടലിനിടെ സൈന്യം 2 ഭീകരരെ വധിച്ചു. ഉറിയിലും ഏറ്റുമുട്ടലുണ്ടായിട്ടുണ്ട്. ഇതിനിടെ പാക് ചാരനെന്ന് സംശയിക്കുന്ന ഒരാളെ പഞ്ചാബിൽ BSF പിടികൂടി. ഇയാളുടെ കയ്യിൽ നിന്ന് പാകിസ്ഥാൻ സിം പിടിച്ചെടുത്തു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇസ്ലാമിക രാജ്യങ്ങളിലെ വിദേശമന്ത്രിമാരുടെ സമ്മേളനത്തിന് ഇന്ന് അബുദാബിയിൽ തുടക്കം. 46ാമത് മന്ത്രിതല സമ്മേളനത്തിൽ ഇന്ത്യയാണ് അതിഥി രാഷ്ട്രം. സമ്മേളനത്തിൽ പങ്കെടുക്കാനായി ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് മന്ത്രി സുഷമ സ്വരാജ് അബുദാബിയിൽ എത്തിച്ചേർന്നു. ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വലിയ നേട്ടമാകുമ്പോൾ ഇന്ത്യ പാക് ബന്ധം വഷളായ പുതിയ സാഹചര്യത്തിൽ പാകിസ്ഥാന് വലിയ പ്രഹരവുമാണ്. യുദ്ധം ചെയ്യാൻ സൈന്യത്തെക്കാൾ കരുത്ത് RSSനാണെന്ന് പ്രസ്താവിച്ച മോഹൻ ഭാഗവതിനെതിരെ കേസെടുക്കുമോ എന്ന് കോടിയേരി. മോദിയെയും അമിത്ഷായെയും വിമർശിക്കുന്നത് രാജ്യദ്രോഹമെങ്കിൽ തനിക്കെതിരെ കേസെടുക്കട്ടെ എന്നും കോടിയേരി വ്യക്തമാക്കി. ഭരണഘടന അനുവദിക്കുമെങ്കിൽ മുമ്പിൽ നിൽക്കാൻ സംഘപരിവാറുകൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ആർമിയിൽ ഒരാളെ പരിശീലിപ്പിച്ചെടുക്കാൻ കൂടുതൽ സമയമെടുക്കും. RSSന് അത്രയും സമയം വേണ്ട ഒരാളെ പരിശീലിപ്പിക്കാൻ. ഇത് മോഹൻ ഭാഗവതിന്റെ പ്രസ്താവനയാണ്. 1 വർഷം മുമ്പ് അദ്ദേഹം ചെയ്ത പ്രസ്താവന. സൈന്യത്തെ ഇത്രമാത്രം രാജ്യത്തിന്റെ മുമ്പിൽ അപമാനിച്ച ഒരു പ്രസ്താവനയാണ് RSSന്റെ നേതാവ് സർസംഘചാലക് മോഹൻ ഭാഗവതിൻ്റെതായിട്ടത് വന്നത്. ഇത് സൈന്യത്തിന് സഹായകരമാണോ ഇങ്ങനെയൊരു പ്രസ്താവന? ഞാനിവിടെ പ്രസംഗിച്ചത് BJPയുടെ നയങ്ങളെ വിമർശിച്ചു, നരേന്ദ്രമോദിയെയും അമിത്ഷായെയും വിമർശിച്ചു. BJPയെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി വിമർശിച്ചാൽ രാജ്യദ്രോഹ കുറ്റമാണ്. നരേന്ദ്രമോദിയെ വിമർശിച്ചിട്ടുണ്ട്, അത് ഇനിയും വിമർശിക്കും. അത് രാജ്യദ്രോഹമാണെങ്കിൽ ആ രാജ്യദ്രോഹ കുറ്റത്തിന്റെ പേരിൽ ജയിലിലടക്കട്ടെ. ഇടവേള. തിരുവനന്തപുരം വിമാനത്താവളം അദാനിക്ക് കൈമാറുന്നതിൽ പ്രധാനമന്ത്രി ഒത്തുകളിച്ചുവെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. സഹായമില്ലാതെ വിമാനത്താവളം നടത്താമെന്ന് അദാനി കരുതരുത് എന്നും അദാനി വിമാനത്താവളം സംസ്ഥാന സർക്കാരിന് കൈമാറാൻ തയ്യാറാകണമെന്നും കോടിയേരി. ഇക്കാര്യത്തിൽ UDF-വുമായി ചേർന്ന് സംയുക്ത പ്രക്ഷോഭത്തിന് ഇടതുമുന്നണി തയ്യാറെന്നും അദ്ദേഹം വ്യക്തമാക്കി. അദാനി ഗ്രൂപ്പിന് തിരുവനന്തപുരം വിമാനത്താവളം ഏൽപ്പിക്കുന്നത് അത് കൈമാറി വലിയ തോതിലുള്ള കമ്മീഷൻ കൈപ്പറ്റുക എന്ന ഉദ്ദേശം മാത്രമാണ്. 6 വിമാനത്താവളങ്ങൾ ഏൽപ്പിക്കുന്നതിൽ 6 വിമാനത്താവളങ്ങളും അതിൽ 5 എണ്ണം ആണ് ഇപ്പോൾ ലേല നടപടികൾ പൂർത്തീകരിച്ചത്. അതിൽ 5 എണ്ണവും അദാനിക്ക് എങ്ങനെ ലഭിച്ചു? ഒരേ ആൾക്ക് തന്നെ 5 വിമാനത്താവളങ്ങളും കിട്ടുന്ന നില എന്തുകൊണ്ടുണ്ടായി? ഇത് അദാനി ഗ്രൂപ്പും നരേന്ദ്രമോദിയും കൂടി നടത്തിയ ഒത്തുകളിയുടെ ഫലമായിട്ടാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ പിന്തുണയില്ലാതെ ഒരു വിമാനത്താവളം കേരളത്തിൽ നടത്തിക്കളയാം എന്ന് അദാനി കരുതരുത്. ആകാശത്തുകൂടി അദാനിയുടെ വിമാനത്തിന് പറക്കാം, പക്ഷേ പുറത്ത് നിലത്തിറങ്ങണമെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ കൂടി സഹായം വിമാനത്താവളത്തിന്റെ വികസനത്തിന് ആവശ്യമായി വരും.
ചർച്ച് ആക്ട് നിയമം കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്ന് കോടിയേരി ബാലകൃഷ്ണൻ. എന്നാൽ ഇക്കാര്യത്തിൽ സർക്കാരിനെതിരെ തെറ്റായ പ്രചരണം നടക്കുന്നുവെന്നും കോടിയേരി എറണാകുളത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചർച്ച് ആക്ട് കൊണ്ടുവരാൻ പോകുന്നു ഇടതുപക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രചരണം കുറച്ചായി തുടങ്ങി. ബില്ലായി എന്ന് പറഞ്ഞുകൊണ്ട് ക്രൈസ്തവ സഭാ കൗൺസിൽ യോഗം ചേർന്ന് പ്രമേയം പാസാക്കി ബില്ല് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനൊരു ബില്ലേ ഇല്ല. അങ്ങനൊരു നിയമം കൊണ്ടുവരാൻ കേരള ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നുമില്ല. ഇസ്ലാമിക രാജ്യങ്ങളിലെ വിദേശമന്ത്രിമാരുടെ സമ്മേളനത്തിന് ഇന്ന് അബുദാബിയിൽ തുടക്കം. 46ാമത് മന്ത്രിതല സമ്മേളനത്തിൽ ഇന്ത്യയാണ് അതിഥി രാഷ്ട്രം. സമ്മേളനത്തിൽ പങ്കെടുക്കാനായി ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് മന്ത്രി സുഷമ സ്വരാജ് അബുദാബിയിൽ എത്തിച്ചേർന്നു. ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വലിയ നേട്ടമാകുമ്പോൾ ഇന്ത്യ പാക് ബന്ധം വഷളായ പുതിയ സാഹചര്യത്തിൽ പാകിസ്ഥാന് വലിയ പ്രഹരവുമാണ്. വിവരങ്ങളുമായി ജമാൽ ചേരുകയാണ്. ജമാൽ, ഇന്ത്യ പാക് ബന്ധം വലിയ രീതിയിൽ വഷളായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഈ സമ്മേളനത്തിൽ സുഷമ സ്വരാജ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തുകൊണ്ട് അവിടെ എത്തിയിരിക്കുന്നത്. എത്രത്തോളം പ്രാധാന്യമാണ് അല്ലെങ്കിൽ നിർണായകമാണ് ഇന്നത്തെ ഈ ഒരു സമ്മേളനം? അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? പ്രിയ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ നിർണായകമായ ഒരു സമ്മേളനമാണ് ഇന്ന് അബുദാബിയിൽ നടക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ പ്രാധാന്യം ഈ സമ്മേളനത്തിലുണ്ട്. ഇസ്ലാമിക രാജ്യങ്ങളിലെ വിദേശ മന്ത്രിമാരുടെ സമ്മേളനത്തിൽ ഇന്ത്യ അതിഥി രാഷ്ട്രമാകുന്നു എന്നത് ഏറെ ശ്രദ്ധേയമാണ്. എന്നാൽ ഇന്ത്യയെ പങ്കെടുപ്പിക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ച് നേരത്തെ പാകിസ്ഥാൻ തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയും ഇന്ത്യയെ പങ്കെടുപ്പിക്കരുതെന്ന് OICയോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ആവശ്യം OIC നിരാകരിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പാകിസ്ഥാൻ ഈ സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. 46ാമത് മന്ത്രിതല സമ്മേളനമാണ് അബുദാബിയിൽ നടക്കുന്നത്. തീർച്ചയായും ഈ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വഷളായ സാഹചര്യത്തിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് ഈ സമ്മേളനം വലിയ പ്രഹരമാണെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഇന്ത്യ ബാലാക്കോട്ടിൽ നടത്തിയ വ്യോമാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന് അനുകൂലമായി സംസാരിക്കാൻ ഇസ്ലാമിക രാഷ്ട്രങ്ങളൊന്നും രംഗത്ത് വന്നിട്ടില്ല എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ഇസ്ലാമിക രാജ്യങ്ങളിലെ വിദേശമന്ത്രിമാരുടെ സമ്മേളനത്തിൽ കാശ്മീരും ചർച്ചാ വിഷയമാകുമെന്നാണ് കരുതുന്നത്. എന്നാൽ ഫലസ്തീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവും പ്രധാനമായും ചർച്ച ചെയ്യുന്നതാണ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ സെക്രട്ടറി ജനറൽ ഡോക്ടർ യൂസഫ് അൽ ഒത്തമിൻ നേരത്തെ അറിയിച്ചത്. UAE വിദേശമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാനാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. 57 ഇസ്ലാമിക രാജ്യങ്ങളാണ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷനിൽ അംഗങ്ങളായിട്ടുള്ളത്. ഏതായാലും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാനായി സുഷമ സ്വരാജ് എത്തിയിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ ഈ വിഷയം ഈ സമ്മേളനത്തിൽ അവർ ഉന്നയിക്കുമെന്നാണ് കരുതുന്നത്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടമുണ്ടാക്കാവുന്ന സമ്മേളനമാണ് അബുദാബിയിൽ നടക്കുന്ന OIC. ശരി, വിവരങ്ങളാണ് ജമാൽ നൽകിയത്. നാല് ലോക്സഭാ സീറ്റുകളുള്ള ഹിമാചൽ പ്രദേശിൽ BJPയും കോൺഗ്രസും നേർക്കുനേരാണ് ഏറ്റുമുട്ടൽ. 2014 മുഴുവൻ സീറ്റുകളും തൂത്തുവാരിയ പ്രകടനം ആവർത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് BJP. 2017 സംസ്ഥാന ഭരണം നഷ്ടമായ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിലൂടെ സംസ്ഥാനത്ത് തിരിച്ചുവരവാനാകുമെന്ന വിശ്വാസത്തിലാണ്. ഹിമാചലിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കോൺഗ്രസ് BJP ഇതര പാർട്ടികൾക്ക് കാര്യമായ ഇടമില്ല. ആ ചരിത്രത്തിന് ഇക്കുറിയും മാറ്റമുണ്ടാകാനുള്ള സാധ്യത കാണുന്നുമില്ല. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 4 സീറ്റുകളും തൂത്തുവാരിയപ്പോൾ കോൺഗ്രസ് സംസ്ഥാനത്ത് സംപൂജ്യരായി. പിന്നീട് 2017 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJP മൃഗീയ ഭൂരിപക്ഷത്തോടെ അധികാരം പിടിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരു പാർട്ടികളെ കൂടാതെ ഒരു സീറ്റിൽ വിജയിച്ചത് CPIM മാത്രമായിരുന്നു. തിയോഗ് മണ്ഡലത്തിൽ രാകേഷ് സിൻഹയായിരുന്നു ചെങ്കൊടി പാറിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഇത്തവണ സമ്പൂർണ്ണ വിജയം പ്രതീക്ഷിക്കുന്നില്ല. സിറ്റിംഗ് MPമാരെ തന്നെ മത്സരിപ്പിക്കാനാണ് BJPയുടെ ആലോചന. ഹാമിർപൂർ, കംഗ്ര സീറ്റുകളിൽ BJP ഏറെക്കുറെ വിജയമുറപ്പിക്കുന്നു. മറുവശത്ത് സംസ്ഥാന ഭരണം നഷ്ടമായ കോൺഗ്രസിന് തിരിച്ചുവരവിന് വിജയം അനിവാര്യമാണ്. മുൻ മുഖ്യമന്ത്രി വീരഭദ്രസിംഗിനെ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് ഗോതയിലിറക്കാനാണ് കോൺഗ്രസ് തീരുമാനം. പുറത്താക്കിയ 40-ലേറെ നേതാക്കളെ തെരഞ്ഞെടുപ്പിന് മുൻപായി കോൺഗ്രസ് തിരികെ എടുത്തെങ്കിലും ആഭ്യന്തര കലഹം ഇപ്പോഴും സജീവമാണ്. 4 സീറ്റുകളിൽ മത്സരിക്കാനായി 50ഓളം പേരാണ് ടിക്കറ്റ് കാത്തു നിൽക്കുന്നത്. മണ്ഡി, ഷിംല സീറ്റുകളിലാണ് കോൺഗ്രസ് കണ്ണുവയ്ക്കുന്നത്. 3 സീറ്റുകളിൽ BJPയും 1 സീറ്റിൽ കോൺഗ്രസും വിജയിക്കുമെന്നാണ് അഭിപ്രായ സർവേകൾ വ്യക്തമാക്കുന്നത്.
ന്യൂസ് ബ്യൂറോ, ദില്ലി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ലീഗ് ഉഭയകക്ഷി ചർച്ച ഇന്ന് കോഴിക്കോട് നടക്കും. വൈകിട്ട് 4 മണിക്കാണ് ചർച്ച. 3ാം സീറ്റെന്ന അവകാശവാദത്തിൽ ലീഗ് ഉറച്ചു നിന്നേക്കും. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, UDF കൺവീനർ ബെന്നി ബെഹനാൻ, മുസ്ലിം ലീഗ് നേതാക്കളായ PK കുഞ്ഞാലിക്കുട്ടി, ET മുഹമ്മദ് ബഷീർ എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കും. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നയിച്ച ജനമഹായാത്ര സമാപിച്ചു. തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ നടന്ന സമാപന സമ്മേളനം ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. 20 സീറ്റുകളിലും ജയിക്കാനുള്ള ശക്തി UDFനുണ്ടെന്ന് മുല്ലപ്പള്ളി പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആമുഖ പ്രസംഗം നടത്തി. KPCC വർക്കിംഗ് പ്രസിഡന്റുമാർ, MLAമാർ, മുൻ KPCC പ്രസിഡന്റുമാർ എന്നിവരും സംസാരിച്ചു. കോൺഗ്രസ് അക്രമ ഭീകരതയ്ക്കെതിരെ CPIM നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് 4-ന് കാസർഗോഡ് പെരിയയിൽ ആയിരങ്ങൾ അണിചേരുന്ന പൊതുയോഗം സംഘടിപ്പിക്കും. LDF കൺവീനർ A. വിജയരാഘവൻ യോഗം ഉദ്ഘാടനം ചെയ്യും. 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഭീകരാക്രമങ്ങളാണ് കോൺഗ്രസുകാർ പെരിയയിൽ നടത്തിയത്. 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലയെ തുടർന്ന് പെരിയ, കല്യോട്ട് മേഖലകളിൽ കോൺഗ്രസുകാർ വ്യാപകമായി കൊള്ളയും കൊള്ളിവയ്പുമാണ് നടത്തിയത്. 3 CPIM ഓഫീസുകളും ഗ്രന്ഥാലയവും 1/2 ഡസനോളം വീടുകളും തീയിട്ടു. വീടുകളിൽ നിന്നും പണവും സ്വർണ്ണാഭരണങ്ങളും കൊള്ളയടിച്ചു. നിരവധി കടകളും സ്ഥാപനങ്ങളും അഗ്നിക്കിരയാക്കി. CPIM നേതൃത്വത്തിലുള്ള മറ്റു സ്ഥാപനങ്ങളും ആക്രമിക്കപ്പെട്ടു. ആക്രമണങ്ങളിൽ 5 കോടിയിലേറെ രൂപയുടേതാണ് നഷ്ടം. 24 കേസുകളിലായി 500-ലേറെ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും പ്രതികളാണ്. അക്രമത്തെ തള്ളിപ്പറയുന്നതിനു പകരം ന്യായീകരിക്കുന്ന സമീപനമാണ് ഇപ്പോഴും കോൺഗ്രസ് നേതാക്കൾ സ്വീകരിക്കുന്നത്. മന്ത്രി E. ചന്ദ്രശേഖരൻ വിളിച്ചു ചേർത്ത സർവകക്ഷി സമാധാന യോഗത്തിൽ നിന്ന് പോലും UDF പ്രതിനിധികൾ ഇറങ്ങിപ്പോയി. അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രസ്താവനകളാണ് ഇപ്പോഴും കോൺഗ്രസ് നേതാക്കൾ തുടരുന്നത്. ഇന്ന് വൈകിട്ട് 4-ന് പെരിയ ടൗണിൽ ചേരുന്ന CPIM പ്രതിഷേധ യോഗത്തിൽ LDF കൺവീനർ A. വിജയരാഘവൻ, P. കരുണാകരൻ MP തുടങ്ങിയ നേതാക്കൾ പ്രസംഗിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നെല്ലിന് ഏറ്റവും കൂടുതൽ താങ്ങുവില കൃഷിക്കാർക്ക് നൽകുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് കൃഷിമന്ത്രി VS സുനിൽകുമാർ. നെല്ലിന് വീണ്ടും താങ്ങുവില 1 രൂപ കൂടി വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചു. ഇതോടെ കിലോയ്ക്ക് 26 രൂപ 30 പൈസയാകും. ഇത് ഔദാര്യമല്ല, മറിച്ച് കേരളത്തിലെ കർഷകരുടെ അവകാശം സർക്കാർ നൽകുകയാണെന്നും മന്ത്രി പറഞ്ഞു. സർക്കാർ കുട്ടനാട്ടിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന നല്ല കൃഷി മുറ പദ്ധതിക്ക് മുന്നോടിയായി മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നടക്കുന്ന ദ്വിദിന ശില്പശാല പരിസ്ഥിതി സൌഹൃദ കുട്ടനാട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നെല്ല് സബ്സിഡിയിൽ 17.30 രൂപയാണ് കേന്ദ്രത്തിന്റെ വിഹിതം. ബാക്കി മുഴുവൻ സംസ്ഥാന സർക്കാരാണ് നൽകുന്നത്. മറ്റൊരു സംസ്ഥാനവും ഇത്തരത്തിൽ നെല്ലിന് താങ്ങുവില നൽകുന്നില്ല. പ്രളയത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകിയതും നെൽകൃഷിക്കാണെന്നും അദ്ദേഹം പറഞ്ഞു. 35 കോടി രൂപയാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ നഷ്ടപരിഹാരത്തിനായി വിതരണം ചെയ്തത്. പ്രളയത്തിന് ശേഷം വിത്ത്, കുമ്മായം, പമ്പിംഗ് മുതലായവയെല്ലാം സൗജന്യമായിട്ടാണ് സർക്കാർ നൽകിയതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഇത്തരത്തിൽ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞതാണ് നെല്ലിന്റെ ഉൽപാദനം വർദ്ധിക്കാൻ കാരണമായതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. 17-30 പൈസയാണ് കേന്ദ്ര ഗവൺമെന്റ് താങ്ങുവില. സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കുന്ന സ്റ്റേറ്റ് ഇൻസെന്റീവാണ് ബാലൻസ് എമൗണ്ട്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ താങ്ങുവില കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ് കേരളം മാത്രമാണ്. സംശയമുണ്ട് ആർക്കെങ്കിലും? കേരളത്തെക്കാൾ കൂടുതൽ നെല്ലിന് താങ്ങുവില കൊടുക്കുന്ന ഒരു സ്റ്റേറ്റും ഇന്ത്യയിലില്ല. നെൽകർഷകർക്ക് ഏറ്റവും അധികം ആനുകൂല്യം കൊടുക്കുന്ന സ്റ്റേറ്റ് കേരളം തന്നെയാണ്. യാതൊരു സംശയവും വേണ്ട. ഈ പ്രളയത്തിന് ശേഷവും ഏറ്റവും കൂടുതൽ ആനുകൂല്യം കിട്ടിയതും നെൽകൃഷിക്കാർക്ക് തന്നെയാണ്. 13,500 രൂപ വെച്ച് നിങ്ങൾക്ക് വിളനാശം കിട്ടി. 12,200 രൂപ വെച്ച് സിൽട്ട് അടിഞ്ഞുവിന്റെ 35 കോടി ഇന്നലെ അനുവദിച്ച എല്ലാ ADMമാർക്ക് കൊടുത്തു കഴിഞ്ഞു എന്ന കാര്യം കൂടി സന്തോഷത്തോടെ അറിയിക്കുകയാണ്. കുട്ടനാട്ടിലെ കാർഷിക മേഖലയിലുള്ള പ്രശ്നങ്ങൾ ഗൗരവമായി പഠിച്ച് നല്ല മുറ കൃഷി പരിശീലന രീതി നടപ്പിലാക്കുമെന്നും കുട്ടനാട്ടിൽ നിർബന്ധമായും കാർഷിക കലണ്ടർ പാലിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. കാലാവസ്ഥാ വ്യതിയാനവും അശാസ്ത്രീയമായ കൃഷിരീതികളും കുട്ടനാട്ടിലെ മണ്ണിന്റെ അമ്ലാംശം കൂട്ടുകയും ലോഹാംശത്തിന്റെ സാന്നിധ്യം വർദ്ധിപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് പ്രളയമുണ്ടാകുന്നത്. പ്രളയത്തിന് ശേഷം കുട്ടനാട്ടിലെ മണ്ണിൽ ഏറെ മാറ്റങ്ങളുണ്ടായി. ശരാശരി നെല്ലുൽപാദനം 5 ടണ്ണിൽ നിന്നും 8% വരെ ഉയർന്നതായും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇതിന്റെ ഗുണഫലങ്ങൾ തുടർന്നു കൊണ്ടുപോകേണ്ടത് കൃഷിക്കാരുടെയും സംസ്ഥാന സർക്കാരിന്റെയും ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. അശാസ്ത്രീയമായ വളപ്രയോഗം, കീടനാശിനി നിയന്ത്രണം എന്നിവ കുട്ടനാട്ടിൽ പാലിച്ചേ മതിയാകൂ. കുട്ടനാട്ടിലെ പുഞ്ചകൃഷി വഴി 125 കോടി രൂപയുടെ അധിക നെല്ല് ഇത്തവണ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞതായും അദ്ദേഹം സൂചിപ്പിച്ചു.
ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണുഗോപാൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ ഡോക്ടർ വി കെ രാമചന്ദ്രൻ നല്ലമുറ കൃഷിരീതിയുടെ തുടക്കം കുറിച്ചു. കുട്ടനാട് വികസന ഏജൻസി വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ജോയ്കുട്ടി ജോസ്, കൃഷി ഡയറക്ടർ വി കെ ജയശ്രീ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. CPIM മുൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം EV കൃഷ്ണൻ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം നാളെ വൈകിട്ട് 3 മണിക്ക് നാദാപുരം എടച്ചേരിയിലെ വീട്ടുവളപ്പിൽ. KSKTU മുൻ ജില്ലാ പ്രസിഡന്റ്, KSFE മുൻ ഡയറക്ടർ, പുറമേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ കരുത്തനായ നേതാവിനെയാണ് EV കൃഷ്ണന്റെ നിര്യാണത്തിലൂടെ നഷ്ടമായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ചന്ദനമോഷണ കേസിൽ ഒളിവിലായിരുന്ന പ്രതി മറയൂരിൽ പിടിയിൽ. പാളവെട്ടി സ്വദേശി അരുൺകുമാറാണ് വനപാലകരുടെ പിടിയിലായത്. കഴിഞ്ഞ നവംബർ മാസം നടന്ന ചന്ദനമോഷണവുമായി ബന്ധപ്പെട്ടാണ് മറയൂർ പാളപ്പെട്ടി സ്വദേശി അരുൺകുമാർ പിടിയിലായത്. ചന്ദനം ഒളിച്ചു കടത്തുന്നതിനിടെ ചമ്പക്കാട് സ്വദേശി മതീഷ്, മണ്ണാന്തുറ സ്വദേശി രാജാമണി എന്നിവർ പാളപ്പെട്ടിയിൽ വെച്ച് പിടിയിലായിരുന്നു. ഇവർക്കൊപ്പമുണ്ടായിരുന്ന അരുൺ ഓടി രക്ഷപ്പെട്ടു. തുടർന്ന് ഒളിവിൽ പോയി. അരുണിനു വേണ്ടിയുള്ള അന്വേഷണം നടക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസം ഇയാൾ ബൈക്കിൽ സഞ്ചരിക്കവെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പിടിയിലായത്. പ്രതിയെ ദേവികുളം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. റേഞ്ച് ഓഫീസർ അരുൺ മഹാരാജയുടെ നേതൃത്വത്തിൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ PK സന്തോഷ്, AG സുനിൽകുമാർ, ബിനോജ് ജേക്കബ്, ബീച്ച് ഫോറസ്റ്റ് ഓഫീസർ S അനിൽകുമാർ, ഡെപ്യൂട്ടി റേഞ്ചർ K ഷാനവാസ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. MG സർവകലാശാല കലോത്സവം അലത്താളം തുടങ്ങി. കോട്ടയം തിരുനക്കര മൈതാനിയിൽ നടൻ ഹരിശ്രീ അശോകൻ കലോത്സവത്തിന് തിരിതെളിച്ചു. പ്രധാന വേദിക്ക് രക്തസാക്ഷി അഭിമന്യുവിന്റെ പേരാണ് നൽകിയിരിക്കുന്നത്. 57 ഇനങ്ങളിലായി 3661 മത്സരാർത്ഥികൾ മാറ്റുരയ്ക്കും. അക്ഷരനഗരിയിൽ കലാലയങ്ങളുടെ സർഗവസന്തം. ഇനിയുള്ള 3 ദിനങ്ങൾ യുവത്വത്തിന്റെ കലാമാമാങ്കത്തിൽ നഗരം മതിമറക്കും. സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് MG കലോത്സവമായ അലത്താളത്തിന് തുടക്കമായത്. തിരുനക്കര മൈതാനിയിലെ പ്രധാന വേദിയിൽ നടൻ ഹരിശ്രീ അശോകൻ തിരിതെളിച്ചതോടെ കലാമത്സരങ്ങൾ ആരംഭിച്ചു. അൻപത്തിയേഴ് ഇനങ്ങളിലായി 3661 മത്സരാർത്ഥികൾ മാറ്റുരയ്ക്കും. തിരുനക്കര മൈതാനം, CMS കോളേജ്, ബസേലിയസ് കോളേജ്, BCM കോളേജ് എന്നിവിടങ്ങളിലെ 7 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. പ്രളയം തകർത്ത കേരളത്തിന്റെ ഓർമ്മകളിലാണ് കലോത്സവത്തിന് അലത്താളം എന്ന പേര് നൽകിയിരിക്കുന്നത്. പ്രളയത്തിൽ നിന്ന് കേരളത്തെ കൈപിടിച്ചുയർത്തിയ മത്സ്യത്തൊഴിലാളികളെ കലോത്സവത്തോടനുബന്ധിച്ച് ആദരിക്കും. മാർച്ച് 4-ന് കലോത്സവത്തിന് തിരശ്ശീല വീഴും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. 5 നായാട്ട് സംഘത്തെ കാസർഗോഡ് വനപാലകർ പിടികൂടി. ഇവരിൽ നിന്നും തോക്കുകളും തിരകളും യാത്രയ്ക്ക് ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തു. കോൺഗ്രസ് പ്രാദേശിക നേതാവ് ഉൾപ്പെടെ ബന്തെടുക്ക സ്വദേശികളാണ് കാണത്തൂർ വനമേഖലയിൽ പിടിയിലായത്. ഫോറസ്റ്റ് ഫ്ലൈയിംഗ് സ്ക്വാഡിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് കാസർഗോഡ് കാനത്തൂർ പയർപള്ളത്ത് വനമേഖലയിൽ ബന്തെടുക്കയിൽ നിന്നുള്ള 5 നായാട്ടു സംഘം പിടിയിലായത്. ഇവരിൽ നിന്നും ലൈസൻസ് ഇല്ലാത്ത 7 തോക്കുകളും തിരകളും കണ്ടെടുത്തു. ഇവർ സഞ്ചരിച്ചിരുന്ന ആൾട്ടോ കാറും വനപാലകർ കസ്റ്റഡിയിലെടുത്തു. സാഹസികമായാണ് സംഘത്തെ കീഴടക്കിയതെന്നും വനം വകുപ്പിന്റെ ജീപ്പിൽ നായാട്ടുകാരുടെ കാറിടിച്ച് രക്ഷപ്പെടുവാൻ സംഘം ശ്രമം നടത്തിയതായും വനപാലകർ പറഞ്ഞു. വലിയൊരു നായാട്ട് സംഘം പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാറടുക്ക റിസർവ് വനത്തിലെ പയർപ്പളത്ത് വെച്ച് നമുക്ക് അപകടം വരുത്തി രക്ഷപ്പെടാൻ ശ്രമം നടത്തിയെങ്കിലും അവരെ പിടികൂടിയായിരുന്നു. 5 പ്രതികളെ കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 7ഓളം തോക്കുകൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ അതിലുപയോഗിക്കുന്ന തിരകൾ മറ്റും കണ്ടെടുത്തിട്ടുണ്ട്. കൃത്യമായി ലൈസൻസ് ഇല്ലാത്തതാണെന്നാണ് പ്രാഥമിക പരിശോധനയിൽ മനസ്സിലായിട്ടുള്ളത്. പിന്നെ ആയുധ നിയമവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണത്തിൽ അത് വ്യക്തമാവുകയോ. ബന്തെടുക്ക മായിലങ്കോട്ട സ്വദേശിയും പ്രാദേശിക കോൺഗ്രസ് നേതാവുമായ K നാരായണൻ നായർ, കരിവേടങ്ങ സ്വദേശികളായ T ശ്രീജിത്ത്, G മഹേഷ്, KP സുകുമാരൻ, മണികണ്ഠൻ എന്നിവരാണ് പിടിയിലായത്. കാസർഗോഡ് റേഞ്ചിലെ കാറടുക്ക ഫോറസ്റ്റ് സെക്ഷനിലെ പയറടുക്ക വനമേഖലയിൽ നായാട്ടിനെത്തിയതാണ് സംഘം. ഇവർ സ്ഥിരമായി നായാട്ട് നടത്തിവരുന്നതായി വനപാലകർ സംശയിക്കുന്നു. ഇതിന്റെ ഭാഗമായാണ് ഇത്രയധികം തോക്കുകൾ ഇവരുടെ കൈവശമുണ്ടായത്. തോക്കിന് ലൈസൻസ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് കേസെടുത്ത് അന്വേഷിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
ഇസ്ലാമിക രാജ്യങ്ങളിലെ വിദേശ മന്ത്രിമാരുടെ സമ്മേളനത്തിന് ഇന്ന് അബുദാബിയിൽ തുടക്കം. 46ാമത് മന്ത്രിതല സമ്മേളനത്തിൽ ഇന്ത്യയാണ് അതിഥി രാഷ്ട്രം. സമ്മേളനത്തിൽ പങ്കെടുക്കാനായി ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് മന്ത്രി സുഷമ സ്വരാജ് അബുദാബിയിൽ എത്തിച്ചേർന്നു. ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വലിയ നേട്ടമാകുമ്പോൾ ഇന്ത്യ പാക് ബന്ധം വഷളായ പുതിയ സാഹചര്യത്തിൽ പാകിസ്ഥാന് വലിയ പ്രഹരവുമാണ്. വിവരങ്ങളുമായി EM അഷ്റഫ് ചേരുകയാണ്. അഷ്റഫ്, നമ്മുടെ സുഷമ സ്വരാജ് ഇപ്പോൾ അവിടെ എത്തിയിരിക്കുകയാണ് സമ്മേളനത്തിനായി. എത്ര മണിയോടെയാണ് സുഷമ സ്വരാജ് അവിടെ എത്തിയത്? ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ഇന്ത്യ പാക് ബന്ധം വഷളായ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു സമ്മേളനം എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്? യഥാർത്ഥത്തിൽ ഇത് ഇന്ത്യക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമാണ്. കാരണം ഈ OIC മീറ്റിംഗിൽ ഒരിക്കലും ഇന്ത്യ ഒരു അംഗമല്ല, ഇതൊരു നിരീക്ഷക രാജ്യവുമല്ല. എന്നിട്ടും പ്രത്യേക ക്ഷണിതാവായിട്ടാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയെ അവിടെ ക്ഷണിച്ചത്. ഇന്ന് രാവിലെ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് അബുദാബിയിലെത്തി. യഥാർത്ഥത്തിൽ ഇതൊരു ഇന്ത്യക്ക് കിട്ടിയ ഏറ്റവും വലിയ പരിഗണനയാണ്. ഈ പരിഗണന ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം നിലനിൽക്കുന്ന അവസ്ഥയിൽ ലഭിച്ചത് പാകിസ്ഥാന് ക്ഷീണമായിട്ടുണ്ട്. മാത്രമല്ല പാകിസ്ഥാൻ ഇന്ത്യയെ ക്ഷണിച്ചതുകൊണ്ട് മാറി നിൽക്കുകയാണ്. ഈ 48ാമത് സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പലസ്തീനാണ്. പാകിസ്ഥാൻ ഇന്ത്യ പ്രശ്നം, കാശ്മീർ പ്രശ്നമൊക്കെ ഈ സമ്മേളനത്തിൽ പ്രയോഗിക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ അതേസമയം ഇന്ത്യക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രത്യേക ക്ഷണിതാവായിട്ട്, അതും ഇസ്ലാമിക രാജ്യമല്ലാത്ത ഇന്ത്യയെ, അതിന് കാരണമായി പറയുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള 4ാമത് രാജ്യം എന്ന രീതിയിലാണ് ഇന്ത്യയെ ക്ഷണിച്ചത് എന്നാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടത് ഈ സമ്മേളനത്തിന് മുമ്പ് തന്നെ സൗദി അറേബ്യ ആവശ്യപ്പെട്ടത് പാകിസ്ഥാൻ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, അതിൽ നിന്ന് പിന്മാറണമെന്നാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഒരു പ്രതിഫലനമാണ് സൗദി അറേബ്യ ആവശ്യപ്പെട്ടത്. ഇത് പാകിസ്ഥാൻ ഇന്ത്യ പ്രശ്നം ഈ സമ്മേളനത്തിൽ കൊണ്ടുവരാൻ പാകിസ്ഥാൻ വളരെയേറെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ വലിയ ഇഷ്യൂ ആക്കാൻ ഇസ്ലാമിക രാജ്യങ്ങൾക്ക് താല്പര്യമില്ല. ഈ പ്രശ്നം മേഖലയിൽ വെച്ച് തന്നെ പരിഹരിക്കപ്പെടണം, അതിൽ പാകിസ്ഥാൻ മുൻകൈ എടുക്കണം എന്ന രീതിയിലാണ് ഇസ്ലാമിക രാജ്യങ്ങളുടെ നിലപാട്. ഈ നിഷ്പക്ഷ നിലപാട് പാകിസ്ഥാന് ഏറെ ക്ഷീണമുണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം സുഷമ സ്വരാജ് വിദേശകാര്യമന്ത്രിമാരുമായിട്ടും മറ്റും സംസാരിക്കുന്നുണ്ട്. 57 രാജ്യങ്ങളിലുള്ള വിദേശകാര്യമന്ത്രിമാരാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഈ സമ്മേളനം യഥാർത്ഥത്തിൽ ഇസ്ലാമിക മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വളരെയേറെ പ്രധാനപ്പെട്ട ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തത് പാകിസ്ഥാന് വളരെയേറെ വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെ അത് പാകിസ്ഥാൻ ഇപ്പോൾ വിട്ടുനിൽക്കുകയാണ്. അതേസമയം ഈ സമ്മേളനം പലസ്തീൻ പ്രശ്നത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുക എന്ന പ്രഖ്യാപനം കൂടി വന്നതോടുകൂടി പാകിസ്ഥാന് ഈ മേഖലയിലെ തന്റെ ഈ ഇസ്ലാമിക രാജ്യങ്ങളുടെ സ്വാധീനത്തിന് ക്ഷതം വരുന്ന വിധത്തിലാണ് കാര്യങ്ങൾ ഇപ്പോൾ ഉള്ളത്. ശരി, OIC സമ്മേളനത്തിന് സുഷമ സ്വരാജ് UAE എത്തിയിരിക്കുകയാണ്. ഇന്ത്യ പാക് ബന്ധം വഷളായ സാഹചര്യത്തിൽ വലിയ പ്രാധാന്യമാണ് ഇന്നത്തെ ഒരു യോഗം ഈ സമ്മേളനം വഹിക്കുന്നത്. വിശിഷ്ട അതിഥിയായാണ് സുഷമ സ്വരാജ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. വിശദാംശങ്ങളാണ് EM അഷ്റഫ് നൽകിയത്. ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇടപെടൽ തുടരുമെന്ന് അമേരിക്ക. സാഹചര്യങ്ങൾ വഷളാകുന്നത് ഒഴിവാക്കാൻ ഇരു രാജ്യങ്ങളെയും പ്രോത്സാഹിപ്പിക്കുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ പറഞ്ഞു. അതേസമയം വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ സമ്മേളനത്തിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇടപെട്ടിരുന്നുവെന്നും സംഘർഷങ്ങൾ ഒഴിവാക്കാനായി തുടർന്നും ഇടപെടൽ ഉണ്ടാകുമെന്നുമാണ് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നത്. US സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചു. ഇരു രാജ്യങ്ങളുമായി സമ്പർക്കം തുടരുകയാണ്. രാജ്യങ്ങൾ തമ്മിൽ ചർച്ചകൾ ആരംഭിക്കാൻ, സംഘർഷങ്ങൾ താൽക്കാലികമായെങ്കിലും അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ഇതിന് കഠിനമായി ശ്രമിക്കുന്നുണ്ടെന്നും മൈക്ക് പോംപിയോ പറഞ്ഞു. ഇന്ത്യയെ ആക്രമിക്കാൻ പാകിസ്ഥാൻ F-16 വിമാനം ഉപയോഗിച്ചതിന്റെ തെളിവുകൾ ഇന്ത്യ അമേരിക്കയ്ക്ക് കൈമാറും. അതേസമയം വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ സമ്മേളനത്തിൽ ഇന്ന് വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. കശ്മീർ വിഷയത്തിൽ സംഘടന സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാണ്. കഴിഞ്ഞ വർഷം കശ്മീർ വിഷയത്തിൽ ഇന്ത്യയെ വിമർശിക്കുന്ന നിലപാടിലായിരുന്നു OIC. ഇതിൽ മാറ്റമുണ്ടാകുമോ എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നു. പാക് സമ്മർദ്ദത്തിനിടയിലും ഇന്ത്യയെ പങ്കെടുപ്പിക്കാനുള്ള തീരുമാനം ശുഭസൂചനയായാണ് ഇന്ത്യ കാണുന്നത്. ഇതിനിടെ മൗലാന മസൂദ് അസർ പാകിസ്ഥാനിലുണ്ടെന്ന് പാക് വിദേശകാര്യമന്ത്രി ഷാ മെഹ്മൂദ് ഖുറേഷി സ്ഥിരീകരിച്ചു. പുൽവാമ ഭീകരാക്രമണത്തിന്റെ തെളിവുകൾ ഇന്ത്യ കൈമാറിയിട്ടും മസൂദിനെതിരെ ശക്തമായ തെളിവില്ലെന്ന നിലപാടിലാണ് പാകിസ്ഥാൻ. ഇന്ത്യൻ വൈമാനികന്റെ മോചന തീരുമാനത്തിന് ശേഷവും വെടിനിർത്തൽ കരാർ പാകിസ്ഥാൻ പലയിടങ്ങളിലും ലംഘിച്ചു. കുപ്വാരയിൽ ഏറ്റുമുട്ടലിനിടെ സൈന്യം 2 ഭീകരരെ വധിച്ചു. ഉറിയിലും ഏറ്റുമുട്ടലുണ്ടായിട്ടുണ്ട്. ഇതിനിടെ പാക് ചാരനെന്ന് സംശയിക്കുന്ന ഒരാളെ പഞ്ചാബിൽ BSF പിടികൂടി. ഇയാളുടെ കയ്യിൽ നിന്ന് പാകിസ്ഥാൻ സിം പിടിച്ചെടുത്തു. ന്യൂസ് ബ്യൂറോ, ദില്ലി.
യുദ്ധം ചെയ്യാൻ സൈന്യത്തെക്കാൾ കരുത്ത് RSSനാണെന്ന് പ്രസ്താവിച്ച മോഹൻ ഭാഗവതിനെതിരെ കേസെടുക്കുമോ എന്ന് കോടിയേരി. മോദിയെയും അമിത്ഷായെയും വിമർശിക്കുന്നത് രാജ്യദ്രോഹമെങ്കിൽ തനിക്കെതിരെ കേസെടുക്കട്ടെ എന്നും കോടിയേരി വ്യക്തമാക്കി. ഞാനിവിടെ പ്രസംഗിച്ചത് BJPയുടെ നയങ്ങളെ വിമർശിച്ചു, നരേന്ദ്രമോദിയെയും അമിത്ഷായെയും വിമർശിച്ചു. BJPയെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി വിമർശിച്ചാൽ രാജ്യദ്രോഹ കുറ്റമാണ്. നരേന്ദ്രമോദിയെ വിമർശിച്ചിട്ടുണ്ട്, അത് ഇനിയും വിമർശിക്കും. അത് രാജ്യദ്രോഹമാണെങ്കിൽ ആ രാജ്യദ്രോഹ കുറ്റത്തിന്റെ പേരിൽ ജയിലിലടക്കട്ടെ. തിരുവനന്തപുരം വിമാനത്താവളം അദാനിക്ക് കൈമാറുന്നതിൽ പ്രധാനമന്ത്രി ഒത്തുകളിച്ചുവെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. സഹായമില്ലാതെ വിമാനത്താവളം നടത്താമെന്ന് അദാനി കരുതരുത് എന്നും അദാനി വിമാനത്താവളം സംസ്ഥാന സർക്കാരിന് കൈമാറാൻ തയ്യാറാകണമെന്നും കോടിയേരി പറഞ്ഞു. ഇക്കാര്യത്തിൽ UDF-വുമായി ചേർന്ന് സംയുക്ത പ്രക്ഷോഭത്തിന് ഇടതുമുന്നണി തയ്യാറെന്നും കോടിയേരി വ്യക്തമാക്കി. അദാനി ഗ്രൂപ്പിന് തിരുവനന്തപുരം വിമാനത്താവളം ഏൽപ്പിക്കുന്നത് അത് കൈമാറി വലിയ തോതിലുള്ള കമ്മീഷൻ കൈപ്പറ്റുക എന്ന ഉദ്ദേശം മാത്രമാണ്. 6 വിമാനത്താവളങ്ങൾ ഏൽപ്പിക്കുന്നതിൽ 6 വിമാനത്താവളങ്ങളും അതിൽ 5 എണ്ണം ആണ് ഇപ്പോൾ ലേല നടപടികൾ പൂർത്തീകരിച്ചത്. അതിൽ 5 എണ്ണവും അദാനിക്ക് എങ്ങനെ ലഭിച്ചു? ഒരേ ആൾക്ക് തന്നെ 5 വിമാനത്താവളങ്ങളും കിട്ടുന്ന നില എന്തുകൊണ്ടുണ്ടായി? ഇത് അദാനി ഗ്രൂപ്പും നരേന്ദ്രമോദിയും കൂടി നടത്തിയ ഒത്തുകളിയുടെ ഫലമായിട്ടാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ പിന്തുണയില്ലാതെ ഒരു വിമാനത്താവളം കേരളത്തിൽ നടത്തിക്കളയാം എന്ന് അദാനി കരുതരുത്. ആകാശത്തുകൂടി അദാനിയുടെ വിമാനത്തിന് പറക്കാം, പക്ഷേ പുറത്ത് നിലത്തിറങ്ങണമെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ കൂടി സഹായം വിമാനത്താവളത്തിന്റെ വികസനത്തിന് ആവശ്യമായി വരും. ചർച്ച ആക്ട് നിയമം കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്ന് കോടിയേരി ബാലകൃഷ്ണൻ. എന്നാൽ ഇക്കാര്യത്തിൽ സർക്കാരിനെതിരെ തെറ്റായ പ്രചരണം നടക്കുന്നുവെന്നും കോടിയേരി. എറണാകുളത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചർച്ച ആക്ട് കൊണ്ടുവരാൻ പോകുന്നു ഇടതുപക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രചരണം കുറച്ചായി തുടങ്ങി. ബില്ലായി എന്ന് പറഞ്ഞുകൊണ്ട് ക്രൈസ്തവ സഭാ കൗൺസിൽ യോഗം ചേർന്ന് പ്രമേയം പാസാക്കി ബില്ല് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനൊരു ബില്ലേ ഇല്ല. അങ്ങനൊരു നിയമം കൊണ്ടുവരാൻ കേരള ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നുമില്ല. LDF കേരള സംരക്ഷണ യാത്ര വടക്കൻ മേഖലാ ജാഥയുടെ പാലക്കാട് ജില്ലയിലെ പര്യടനം ഇന്ന് അവസാനിക്കും. 3ാം ദിനത്തിൽ നെന്മാറയിൽ നിന്നാണ് ജാഥ പര്യടനം തുടങ്ങിയത്. വൈകുന്നേരം പാലക്കാടാണ് ജാഥയുടെ അവസാന സ്വീകരണ പൊതുയോഗം. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കും വർഗീയ നിലപാടുകൾക്കുമെതിരായ ശക്തമായ താക്കീതുമായി ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാണ് കേരള സംരക്ഷണ യാത്രയുടെ വടക്കൻ മേഖലാ ജാഥ പര്യടനം തുടരുന്നത്. പാലക്കാട് ജില്ലയിലെ 2ാം ദിനത്തെ പര്യടനം ഒറ്റപ്പാലത്ത് നിന്നാണ് ആരംഭിച്ചത്. തുടർന്ന് കോങ്ങാട്, മലമ്പുഴ മണ്ഡലത്തിലെ പുതുശ്ശേരി എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ചിറ്റൂരിൽ ജാഥ സമാപിച്ചു. ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ രാഷ്ട്രീയം കലർത്തരുതെന്നാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒറ്റക്കെട്ടായി തീരുമാനിച്ചത്. എന്നാൽ പ്രശ്നത്തിൽ രാഷ്ട്രീയം കലർത്തി നേട്ടം കൊയ്യാനാണ് BJPയും കേന്ദ്ര സർക്കാരും ശ്രമിച്ചത്. ദേശാഭിമാന ബോധമാണ് സൈന്യം പ്രകടിപ്പിക്കുന്നത്. പ്രകടിപ്പിച്ച ദേശാഭിമാന ബോധത്തെ രാഷ്ട്രീയമായി മുതലാക്കാനുള്ള പരിശ്രമം ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത് നിരുത്സാഹപ്പെടുത്തണം എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ പറഞ്ഞത്. കേരളത്തിലും വർഗീയ ആശയങ്ങൾ പ്രചരിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ ഐക്യം തകർക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസും BJPയും നടത്തുന്നത്. ഇന്ന് ഈ കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മതേതരത്വത്തിനെതിരെ വർഗീയതയുടെ ആശയങ്ങൾ ശക്തമായി സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ ഐക്യത്തെ തകർക്കാൻ BJPയും കോൺഗ്രസും നടത്തുന്ന പരിശ്രമമാണ്. ഈ പരിശ്രമത്തെ ചെറുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി മുന്നോട്ട് വരേണ്ടതുണ്ട്. ജില്ലയിലെ അവസാന ദിനത്തെ പര്യടനം നെന്മാറയിൽ നിന്ന് ആരംഭിക്കും. തുടർന്ന് വടക്കഞ്ചേരിയിലും ആലത്തൂരിലും സ്വീകരണം നൽകും. വൈകുന്നേരം പാലക്കാട് ടൗണിൽ നടക്കുന്ന പൊതുയോഗത്തോടെ വടക്കൻ മേഖലാ ജാഥ ജില്ലയിലെ 12 മണ്ഡലങ്ങളിലൂടെയുള്ള പര്യടനം പൂർത്തിയാക്കും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.